മനസ്സിലായി പല വാക്കുകൾ നമ്മളത് പറയുന്നത് പുറത്തുള്ള ഇഷ്യൂസ് പുറത്തുള്ള ഒരു ഇതിനെ സബ്ജക്റ്റിനെ കൊണ്ടുവരുമ്പോൾ ഇതൊക്കെയാണ്. അപ്പൊ അതും കൂടി ഒന്ന് ചിന്തിക്കണമായിരുന്നു, ചിന്തിച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. അപ്പം അത് കുറച്ച് രീതിയിൽ ബാഡായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അതിപ്പോഴും എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും സൈബർ ബുള്ളിങ് ഉണ്ട്. അപ്പം അത് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല. ഇപ്പൊ എന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഞാൻ പറയാം, എനിക്ക് ഒരുപാട് പേര് വേണമെന്നോ സപ്പോർട്ട് ചെയ്യണമെന്നോ ഇല്ല. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റിയിലല്ല ക്വാളിറ്റിയിലാണ് കാര്യം. അപ്പൊ എനിക്ക് എന്റെ കൂടെ നിൽക്കുന്നവർ അപ്പൊ അത്രയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് ഒരുപാട് പേര്. അങ്ങനെ സൈബർ ബുള്ളി ചെയ്യരുത്, അല്ലെങ്കിൽ അവർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പോഴും അറ്റാക്ക് നേരിടുന്ന ഒരു വിഷയം എന്ന് പറയുന്ന ഒരു പക്ഷേ റൊണാൾഡോയ്ക്ക് അത് സംബന്ധിച്ച് ഞാൻ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അതെ, ശരിക്കും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ബിക്കോസ് അത് ഞാൻ പോകുന്നതിന് തൊട്ട് കുറച്ച് മുമ്പേ എനിക്ക് കിട്ടിയ ഒരു ഓർഡർ ആയിരുന്നു. അപ്പം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാനോ അത് കൊടുത്തിട്ട് പോകും. അപ്പം ഞാൻ അവരുടെ അടുത്ത് എനിക്ക് ഒരു ക്ലയന്റ് വന്നിട്ടുണ്ടായിരുന്നു. അവർ ദുബായിക്ക് പോകുന്നുണ്ട്, എനിക്ക് തോന്നുന്നു വേൾഡ് കപ്പ് അതിൻ്റെയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പം അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ കേരളത്തിൽ നിന്ന് പോകുമ്പോൾ ഡെഫിനറ്റ്ലി കേരളത്തിന്റെ ബ്രൈഡാണ് കൈത്തറി എന്ന് പറയുന്നത്. അതെ, എന്തുകൊണ്ട് കൊടുത്തൂടാ? ആണല്ലേ, ആണായാലും പെണ്ണായാലും കൊടുത്തൂടെ? അത് പ്രത്യേകിച്ച് നമ്മള് അത് അഭിമാനത്തോടു കൂടി പറയേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് എനിക്ക് ഐ ഡ്രീം ഹൈ, ലൈക്ക് എന്റെ ഡ്രീം ഭയങ്കര ബിഗ് ഡ്രീംസ് ആണ്. ഇപ്പം കുഞ്ഞിലെ തന്നെ ഞാൻ ഡിസൈനർ ആവുന്നോ, ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് കയറുന്നോ, അല്ലെങ്കിൽ ഞാൻ മമ്മൂക്കയ്ക്ക് ഡിസൈൻ ചെയ്യാൻ പോകുന്ന, ലാലേട്ടൻ ഡിസൈൻ ചെയ്യുമ്പോൾ, ഇതൊക്കെ ഞാൻ കുഞ്ഞിലെ പറയുമ്പോൾ ആരും വിശ്വസിച്ചില്ല, മനസ്സിലായി. പക്ഷെ ഞാൻ ചെയ്ത് കാണിച്ചു എൻ്റെ ലൈഫിൽ. ഞാൻ ഇന്ന് ഈ പറഞ്ഞ ഒരു സോഷ്യൽ ഓൺടർപ്രണർ ആയിട്ടോ അല്ലെങ്കിൽ ഡിസൈനർ ആയിട്ടോ എന്നെ അറിയുന്നുണ്ടെങ്കിൽ ഞാൻ ആ ഡ്രീംസിൽ വിശ്വസിച്ചതുകൊണ്ടും ഞാൻ അതിനുവേണ്ടി വർക്ക് ചെയ്തതുകൊണ്ടും ഞാൻ അതിലേക്ക് അപ്പം മാരികോം ചെയ്തു, പി വി സിന്ധു, ശശി തരൂർജി, മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഗോപി, മഞ്ചേച്ചി, ഐശ്വര്യ അവർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം നിർമ്മല സീതാറാം, ശ്രീമതി നിർമ്മല സീതാറാം, പിന്നെ സോഫി എന്ന് പറഞ്ഞ റോബോ അല്ലേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. റോബോനെ സാരി സ്കേർട്ട് കൈത്തറിയുടെ ഒരു ഇതിട്ടായിരുന്നു. ഈ കേസില് റൊണാൾഡോയുടെ കേസിൽ അതെ, എനിക്കൊരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട് കേരളത്തിൽ നിന്ന് തന്നെയാണ്. സാംസ്കാരിക വകുപ്പ് അങ്ങനെ ഏതെങ്കിലും ആണോ? അല്ലല്ല, ഡിപ്പാർട്ട്മെന്റിൽ നിന്നല്ല, അല്ലാതെ. അപ്പം അല്ലാതെ പുറത്തുനിന്നുള്ളൊരു ഓർഡർ ആയിരുന്നു. അപ്പം അവർക്ക് ഗിഫ്റ്റ് കൊടുക്കണം. അപ്പൊ ഇതൊരു ഡ്രീം കം ട്രൂ ആണ് ശരിക്കും പറഞ്ഞ. ഒരു ഐ വാസ് എക്സൈറ്റഡ്. അറ്റ് ദ സെയിം ടൈം ഞാൻ ഇല്ലാത്തത് കൊണ്ട് അത് ഞാൻ ചെയ്ത് കൊടുക്കാന്ന് പറയും. അപ്പം ബിഗ് ബോസിൽ ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ട് ഞാൻ പോകുന്നതിന് തൊട്ട് മുമ്പായിരുന്നു.